ഈ അവതാരങ്ങളുടെയൊക്കെ കാലമാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലൊരു ബാറിൽ ഒരു അവതാരം ഉണ്ടായി. ബണ്ടിച്ചോർ എന്ന് പറഞ്ഞ കള്ളൻ വന്നു, അതിൻ്റെ വിഷ്വലൊക്കെ വന്നു. ആ പോലീസ് തപ്പിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ അവതാരങ്ങളെ കുറിച്ച് അല്ല, അതൊരു പോലീസ് ഓഫീസറാണെന്ന് കണ്ടുപിടിച്ചു. ആണോ? ബണ്ടിച്ചോർ ബണ്ടിച്ചോർ ഇനി പോലീസാണോ? നോർത്ത് ഇന്ത്യയിലെ ഒരാളാണെന്ന് കണ്ടു. അത് ശരി. അപ്പോൾ അത് പോയി. അപ്പോൾ അതിനിടയ്ക്ക് വേറൊരു അവതാരം ഞാൻ കേട്ടു. അത് ഒരു വലിയ പേരൊക്കെയാണ്. HH എന്ന് പറയുന്ന ഈസ് ഹൈനസ് എന്നൊക്കെ പറയുന്ന ഒരു അവതാരം. അമ്പോറ്റി തമ്പുരാൻ, മാനവേന്ദ്ര വർമ്മ യോഗാതിരിപ്പാട്. ആരാണ് ഈ കക്ഷി? ഇത് 2-3 കൊല്ലമായിട്ട് പാലക്കാട് ഭാഗത്ത് തകർത്തോടുന്ന ഒരു അവതാരമാണിത്. ഇത് കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് കേരളത്തിൽ ക്ഷത്രിയരായിട്ട് ജനിച്ചിട്ടുള്ളവരും നമ്പൂതിരിമാരായിട്ട് ജനിച്ചിട്ടുള്ളവരും ഒക്കെ ഇപ്പോൾ അപേക്ഷിക്കുന്നുണ്ട്. നമ്മുടെ നിളാനമ്പ്യാരെ പോലെ ആയിരിക്കും അല്ലേ? ഈ അവതാരത്തിൻ്റെ പേര് മനോജ് ജി നായർ എന്നാണ് ശരിക്കുള്ള പേര്, അയാളുടെ രേഖകളിലൊക്കെയുള്ള പേര്. ഇപ്പോൾ ഇങ്ങനെ അറിയപ്പെടുന്നത് അമ്പോറ്റി തമ്പുരാൻ. ഇത് പാലക്കാട് ഒലവക്കോടാണ്. അമ്പോറ്റി തമ്പുരാൻ HH മാനവേന്ദ്ര വർമ്മ യോഗാതിരിപ്പാട് എന്നാണ്. ഈ യോഗാതിരിപ്പാട് എന്നുള്ളത് സമീപകാലത്ത് വന്നതാണ്. അതുവരെ മാനവേന്ദ്ര വർമ്മ നായർ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഈ യോഗാതിരിപ്പാട് ഒക്കെ ഉണ്ടോ? ഒരിക്കലും സാധ്യമല്ല. ഈ മനോജ് ജി നായർ അല്ലേ? ഒരിക്കലും സാധ്യമല്ല. യോഗാതിരിപ്പാട് എന്ന് പറഞ്ഞാൽ നമ്പൂതിരിമാർക്കേ ആകാൻ പറ്റുമായിരുന്നുള്ളൂ പണ്ട്. ഈ പിന്നെ രാഹുൽ ഗാന്ധി പൂണൂലിട്ട ബ്രാഹ്മണനാണ്. പിന്നാണ് അപ്പോൾ യോഗാതിരിപ്പാടിന്റെ ഭാഗമാണോ ഇപ്പൊ പറയണ്ടേ? അതെ അതെ, യോഗാതിരിപ്പാട് എന്താന്ന് പറഞ്ഞാൽ. അതെ, അപ്പോൾ ഈ മനോജിന്റെ കഥയെന്ന് പറയണം. മനോജിന്റെ കഥ വേണോ? മനോജിന്റെ പറഞ്ഞിട്ട് യോഗാതിരിപ്പാട് പറയാം. ഈ മനോജ് ജി നായർ എന്ന് പറഞ്ഞ ഈ ഒലക്കോടുള്ള പാർട്ടി ഈ ഒരു ചരിത്രം ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്, അങ്ങയുടെ തറവാട് വംശമഹിമയൊക്കെ ആയിട്ട്. ആ ഇൻവെൻഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇല്ലാതായ ഒരു രാജവംശം, അന്യം നിന്നത് വെട്ടത്ത് രാജവംശം എന്ന് പറയുന്നത് സ്വരൂപം. അതെ, അത് തന്നെ. ഇവിടെ മോഹൻ വെട്ടത്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതല്ല. അപ്പോൾ ഈ വെട്ടത്ത് നാട് എന്ന് പറയുന്നതാണ്. ആ വെട്ടത്ത് നാട് എന്ന് പറയുന്നത് പൊന്നാനി, തിരൂര്, താനൂര്, തൃക്കണ്ടിയൂർ. ഇതിൽ തൃക്കണ്ടിയൂർ ഇയാൾ എടുത്തിട്ടുണ്ട്. തൃക്കണ്ടിയൂർ, ചാലിയം, തൃപ്രങ്ങോട്, ഇത്രയും സ്ഥലങ്ങൾ ചേർന്ന ഒരു സ്ഥലമായിരുന്നു വെട്ടത്ത് നാട്, രാജവംശം, സ്വരൂപം എന്നൊക്കെ പറയുന്നത്. അത് ക്രിസ്തുവർഷം 13-ാം നൂറ്റാണ്ടിൽ താനൂർ നാടുവാഴിയെ തോൽപ്പിച്ചിട്ട് ചേരവംശത്തിലെ ഇവിടുന്നുള്ള ഒരാൾ അവിടെ രാജ്യം സ്ഥാപിച്ചു. ആ വംശമാണ് വെട്ടത്ത് വംശം എന്ന് കരുതപ്പെടുന്നു. അവസാനത്തെ നാടുവാഴി 1793 തീപ്പെട്ടു, വെട്ടത്ത് രാജാവ്. അങ്ങനെ ഇത് അന്യം നിന്നു. ഇത്രയും ചരിത്രം ഉണ്ട്. 1793 ഇത് വംശം അന്യം നിന്നു പോയി. ഈ സംഗതി കണ്ടുപിടിച്ചിട്ട് ഈ മനോജ് നായർ 1793 ഒരു വംശചരിത്രം ഇൻവെന്റ് ചെയ്തിരിക്കുന്നു, ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. അങ്ങേര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേരുടെ ഒരു അഭിമുഖത്തിൽ ഞാൻ വായിച്ചതാണ്. വെട്ടത്ത് വംശത്തിൽ നിന്നുള്ള തൃപ്രങ്ങോട് കൊട്ടാര ശാഖ, അങ്ങനൊരു ശാഖ ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ വെട്ടത്തുനാട് നാമാവശേഷമായി. യുദ്ധത്തിലൊന്നുമല്ല, നേരത്തെ പറഞ്ഞ പോലെയാണ്. അത് മരിച്ചുപോയി, സാധാരണ മരണത്തിൽ തീർന്നുപോയി. അതെ, തൃപ്രങ്ങോട് കൊട്ടാരത്തിലെ റാണിയും മകളും ആ യുദ്ധത്തിന് ശേഷം പലായനം ചെയ്തു. അങ്ങനെ പലായനം ചെയ്ത ദേവപ്രഭ തമ്പുരാട്ടിയുടെ മകള് നാരായണി അംബിക തമ്പുരാട്ടികളുടെ അവകാശികളാണ് ഇപ്പോൾ ഈ ഒലവക്കോട് ഉള്ള ഈ മനോജ് നായരുടെ കുടുംബം എന്നാണ് അങ്ങേര് പറയുന്നത്. അത് അവിടെ നിർത്തുന്നില്ല. അവരുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പേരിൻ്റെ കൂടെ അംബിക, അംബാലിക എന്നുണ്ടാവും. ഇതും ഇൻവെൻഷനാണല്ലോ. മഹാഭാരതത്തിലെ അംബിക, അംബാലിക എന്നാണല്ലോ പേര്. അപ്പോൾ അതിൽ നിന്ന് അംബിക, അംബാലിക എന്ന് പേരിൻ്റെ കൂടെ ഉണ്ടാവും. നമ്പിഷ്ടാതിരിമാരാണ്. അങ്ങനെ പിന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ നമ്പിഷ്ടാതിരി എന്ന് വിളിക്കും. അതും വെറും പൊങ്ങച്ചം പറച്ചില്ല. എന്താണെന്ന് വെച്ചാൽ തൃപ്പൂണിത്തുറക്കാരനാണല്ലോ ഞാൻ. അവിടെ ഈ തിരുമുൽപ്പാട് കുടുംബങ്ങളുണ്ടല്ലോ, ശരിക്ക് കൊട്ടാരത്തിലെ ദേഹണ്ടക്കാരാണ് തിരുമുൽപ്പാട്മാരെന്ന് പറയുന്നത്. ക്ഷത്രിയർ തന്നെ അവരുടെ സ്ത്രീകളെയാണ് നമ്പിഷ്ടാതിരി എന്ന് തൃപ്പൂണിത്തുറയിൽ പറയുക. അല്ലാതെ ഈ നായർ കുടുംബങ്ങളിലൊന്നും നമ്പിഷ്ടാതിരി എന്ന് പറയില്ല. അതും തെറ്റി. അങ്ങനെ എന്നിട്ട് അംബിക, അംബാലിക എന്നുണ്ടാവും. നമ്പിഷ്ട 1793
ഈ പലായനം ചെയ്ത അമ്മയും മോളും ഒലവക്കോട് പുളിക്കലിലെത്തി. ഇങ്ങനെ പറയാണ്. അവിടെ വെളുത്തേടത്ത് തൊടി എന്ന നായർ കുടുംബം ആ റാണിക്ക് അഭയം കൊടുത്തു. ആ കാരണവത്തിമാർ, വെളുത്തേടത്ത് തൊടി എന്ന നായർ കുടുംബത്തിലെ കാരണവത്തിമാർ ഒരു ചെറിയ കുടിൽ അവർക്ക് താമസിക്കാനായിട്ട് വെച്ചു കൊടുത്തു. ഇങ്ങനെയാണ് അങ്ങേര് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുന്ന ശങ്കരോടത്ത് കൊട്ടാരത്തിലെ മാനവേന്ദ്രവർമ്മ യോഗാതിരിപ്പാട്. സ്വന്തമായിട്ടൊരു കൊട്ടാരം അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ശങ്കരോടത്ത് കൊട്ടാരം എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അങ്ങേര് പറയുന്നതിൽ ഒരു ഭയങ്കരമായിട്ട് പൊളിഞ്ഞു പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങേര് പറഞ്ഞിരിക്കുന്നത് വെട്ടത്ത് രാജാവാണെന്നും അതിൻ്റെ കൂടെ അതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വെള്ളാട്ടിരി രാജാവാണെന്നും പറയുന്നുണ്ട്. വെട്ടത്ത് കുടുംബത്തിലെയാണെന്നും വെള്ളാട്ടിരി രാജകുടുംബത്തിലെയാണെന്നും അയാൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചതാണ്. വെള്ളാട്ടിരി എന്ന് പറയുന്നത് നമ്മുടെ വള്ളുവനാട്, വെള്ളാട്ടിരി എന്ന് പറയുന്നത് വള്ളുവനാടാണ്. വള്ളുവനാട് രാജാവാണ് വെള്ളാട്ടിരി രാജാവ്. വെട്ടത്ത് നാട് എന്ന് പറയുന്നത് വേറെയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ മാറിപ്പോയി കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഈ അവതാരം. വള്ളുവക്കൊനാതിരിയൊക്കെയാണല്ലോ ഈ മാമാങ്കത്തിനൊക്കെ പോകുന്നത്. അതെ അതെ. എന്നിട്ട് ഇതിന് പുറമെ അങ്ങേര് പറയുന്നത് രാജവംശത്തിലെ അവസാന സന്താന വല്ലരിയോ അവസാനത്തെ വിത്ത് ഒക്കെയാണ് താൻ എന്നും അവകാശപ്പെടുന്നുണ്ട്. അതെ, കേശവശങ്കരൻ നായർ എഴുതിയ തിരുവിതാംകൂർ ചരിത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ രാജവംശം എന്നൊക്കെ വളരെ പഴയതാണത്. അപ്പോൾ പുള്ളി വളരെ പ്രാചീനവുമാണെന്നും പറയുന്നു. ഇതൊന്നും ഈ പറഞ്ഞ വെട്ടത്താട് അതൊക്കെ ഈ മറ്റേ ചേരമാൻ പെരുമാൾ പിന്നീട് രാജവംശങ്ങൾ ചില ആളുകൾക്ക് അങ്ങനെയുടേത് വിഭജിച്ചു കൊടുത്തിട്ട് മക്കയിലേക്ക് പോയി എന്നാണല്ലോ കഥ. അങ്ങനെ വിഭജിച്ചു കൊടുക്കുമ്പോൾ കുറേ ആളുകൾ ഇവരൊന്നും ക്ഷത്രിയരല്ല. കേരളത്തിൽ ശരിക്കും ക്ഷത്രിയ രാജാക്കന്മാർ എന്ന് പറയുന്നത് ഈ കൊച്ചിയിലുള്ളവർ മാത്രമേ ഉള്ളൂ. തിരുവിതാംകൂറും അല്ല, അവർ മറ്റേ ഹിരണ്യഗർഭമൊക്കെ ചെയ്തിട്ടാണല്ലോ. അതെ, അപ്പോൾ അതുകൊണ്ട് അവർ സാമന്ത ക്ഷത്രിയർന്ന് അവകാശപ്പെടും. ശരിക്ക് നായർ എന്നൊക്കെ പറയാവുന്ന വിഭാഗത്തിലുള്ളവരാണ് എല്ലാവരും. ഇയാളെല്ലാം കൂടി അങ്ങ് തെറ്റിദ്ധരിച്ചിട്ട് രാജവംശവും എല്ലാം കൂടി ചേർത്തിട്ടാണൊരു ചരിത്രം ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. എന്നിട്ട് അടുത്ത കാലത്ത് 4-5 നമ്പൂതിരിമാർക്ക് പൈസ കൊടുത്തിട്ട് ഇയാളെ തൃപ്രങ്ങാട് യോഗാതിരിപ്പാടായിട്ട് അവർ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ആകാൻ പറ്റുള്ളൂ. അതായത് പണ്ട് ഈ യോഗം സങ്കേതം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതാണ് ആ പ്രദേശത്തിൻ്റെ ഭരണകേന്ദ്രമാണത്. ആ ഭരണകേന്ദ്രത്തിലിരുന്ന് അത് ചെയ്യുന്ന ആളാണ് യോഗാതിരിപ്പാട്. ആ യോഗാതിരിപ്പാടിന് വേണമെങ്കിൽ രാജാവിനെ ശാസിക്കാനും വേണമെങ്കിൽ പുറത്താക്കാനും ഒക്കെ അധികാരമുള്ള ഒരാളാണ്. പക്ഷെ ശക്തൻ തമ്പുരാൻ ഈ വടക്കുംനാഥ ക്ഷേത്രം കേന്ദ്രമാക്കിയിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന യോഗാതിരിപ്പാടിനെ പുറത്താക്കി. അങ്ങനെയാണ് യോഗാതിരിപ്പാടുമാർ ഇല്ലാതായത്. ഈ യോഗാതിരിപ്പാടുമാരുടെ കഥകൾ മുഴുവൻ ഈ പുത്തഴുത്ത് രാമേനോൻ്റെ ശക്തൻ തമ്പുരാൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ യോഗാതിരിപ്പാടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായം തന്നെയുണ്ട്. പിന്നെ പണിക്ക് തപ്പു നമ്പൂതിരി എഴുതിയ നമ്പൂതിരി സർവസ്വം, അതിൽ വോളിയം 1 197 200 പേജുകൾ, വോളിയം 4 163 165 പേജുകൾ. എന്താണ് യോഗാതിരിപ്പാട് എന്നുള്ളതുണ്ട്. അത് നമ്പൂതിരിയെ ആകുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഈ കൊച്ചി, പെരുമ്പടപ്പ്, മണക്കുളം, ചിറളയം, കുറുമ്പ്രനാട്, വള്ളുവക്കോനാതിരി, തെക്കുംകൂർ, വടക്കുംകൂർ ഇവരെയൊക്കെ കിരീടധാരണം ചെയ്യുന്ന ആളായിരുന്നു യോഗാതിരിപ്പാട് എന്ന് പറയുന്ന ആൾ. അഷ്ടഗൃഹത്തിൽ ആഢ്യനായ നമ്പൂതിരിക്ക് യോഗാതിരിപ്പാടാകാനായിട്ട് കഴിയുള്ളൂ. പരശുരാമനാണ് ആദ്യ യോഗാതിരിയെ അവരോധിച്ചതെന്ന് കേരള മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. അത് ചരിത്രമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കേണ്ട. പരശുരാമൻ്റെ കഥയൊക്കെ പിന്നീട് നമ്പൂതിരിമാർ തന്നെ ഉണ്ടാക്കുന്ന സംഗതിയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യോഗാതിരിപ്പാട് ഈ കോടനാട് നമ്പൂതിരി ആയിരുന്നു ഏറ്റവും അവസാനത്തെ യോഗാതിരിപ്പാട് എന്ന് പുത്തഴുത്ത് രാമേനോൻ പറഞ്ഞിട്ടുണ്ട്. അത് മുറപ്രകാരം അവസാനം ഉണ്ടായിരുന്ന യോഗാതിരിപ്പാട്.
പിന്നീട് ഒരു യോഗാതിരിപ്പാട് മുറപ്രകാരമല്ലാതെ അവസാനമായിട്ടുണ്ടായിരുന്നു. അത് പാതായിക്കര നമ്പൂതിരിയായിരുന്നു. ത്രൂ ഔട്ട് നമ്പൂതിരിമാരായിരുന്നു. അന്ന് ചടങ്ങൊന്നും നടന്നില്ല പാതായിക്കര നമ്പൂതിരി ആവുമ്പോൾ. ആ യോഗാതിരിപ്പാടുണ്ടായത് മലയാള വർഷം 938 മകരം 9. മലയാള വർഷം ഇംഗ്ലീഷിലേക്ക് എങ്ങനെയാണ് അവസാനത്തെ യോഗാതിരി? മലയാള വർഷം ഇംഗ്ലീഷിലേക്ക് ആക്കാനുള്ള വിദ്യ അറിയാമോ? ഇല്ല. 825 കൂട്ടിയാൽ മതി. മലയാള വർഷം ഉണ്ടാവുന്നത് 825-ലാണ്. അപ്പൊ ഈ മലയാള വർഷം നമ്മൾ ഈ മൊത്തം 2024 എന്നൊക്കെ കുറച്ചാണ് ആളുകൾ ഇത് ഉണ്ടാക്കുക. വേണ്ട, ആ മലയാള വർഷത്തിന്റെ കൂടെ 825 കൂട്ടിയാൽ മതി. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ വർഷം 938 കൂട്ടുമ്പോൾ വർഷം കിട്ടി 1763. അപ്പോൾ 1763-ലാണ് അവസാനത്തെ യോഗാതിരിപ്പാട് ഉണ്ടായത്. ഈ ചരിത്രം മുഴുവൻ ഇപ്പോൾ ആ ഒരു യോഗാതിരിപ്പാട് ഉണ്ടായിരുന്ന പുല്ലാശ്ശേരി നമ്പൂതിരി കുടുംബത്തിലെ നീലകണ്ഠൻ രാജേഷ് എഴുതി ഈ അമ്പോറ്റി നമ്പൂതിരി ഉണ്ടല്ലോ, അല്ല ഈ അമ്പോറ്റി ഇപ്പോഴത്തെ മഹേന്ദ്രവർമ്മ യോഗാതിരിപ്പാട് അമ്പോറ്റി മനോജ് അയാൾക്കെതിരെ ഒരു യോഗാതിരിപ്പാട് കുടുംബത്തിലെ രാജേഷ്, പുല്ലാശ്ശേരി നീലകണ്ഠൻ രാജേഷ് രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഇയാളെ ഒന്ന് പൊളിച്ച് കിട്ടിയാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട്. അല്ല, ഇയാൾ ഈ ഇപ്പോൾ യോഗാതിരിപ്പാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുകയാണല്ലോ, അയാളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ അവകാശവാദം ഉന്നയിച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? അയാളിപ്പോൾ ചെയ്യുന്നത് ഞാൻ ഇയാളെ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ ഓർക്കും നമ്മൾ ഒരാളെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ. അങ്ങനെയല്ല നമ്മൾ ഈ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇയാളെ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ അമ്പോറ്റി തമ്പുരാൻ H മാനവേന്ദ്ര യോഗാതിരിപ്പാട് യാഗനഗരിയിൽ ഹോമിയോ ഡിസ്പെൻസറി കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു പത്രവാർത്ത കണ്ടു. ഇങ്ങനൊരു ചരിത്ര പുരുഷനുള്ളതായിട്ട് നമുക്കറിയില്ല കേരള ചരിത്രത്തിൽ. ഇതൊക്കെ നമ്മൾ വായിക്കുന്നതാണല്ലോ. പാലക്കാട് പിരായിരി പുല്ലുകോട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചദിന ധന്വന്തരി യാഗം എന്ന് പറഞ്ഞിരുന്ന ഏപ്രിൽ 5, 2023 നടന്നിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു വാർത്തയിലാണ് ഞാൻ ആദ്യം കണ്ടത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ സകല രാഷ്ട്രീയക്കാർ, CPM-കാർ, കോൺഗ്രസ്സുകാർ, BJP-ക്കാർ, ജന്മഭൂമി പത്രത്തിലുമൊക്കെ ഇയാളെ പറ്റിയിട്ടുള്ള ഇൻ്റർവ്യൂസ്, ഫീച്ചറുകളും ഇതൊക്കെ വരും. വേറൊരു മോൺസൺ മാവുങ്കലാണല്ലേ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇയാൾ മഹാസർപ്പയജ്ഞം സിംബോസിയം ഒരെണ്ണം നടത്താൻ പോണു. അത് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടത്തി കൊടുക്കുന്ന ഈ സ്ഥാപനങ്ങളില്ലേ, എന്താ ഈവൻറ്റ് മാനേജ്മെൻറ്റ്, ഒരു ഈവൻറ്റ് മാനേജ് കമ്പനിയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. മഹാസർപ്പയജ്ഞം സിംബോസിയം ഇത് പാലക്കാട് ധോണിയിലാണ് നടക്കുന്നത്. സെപ്റ്റംബർ 22, 23 തീയതികളിൽ നടക്കാൻ പോകുന്നു. പ്രഭാകരൻ MLA ചടങ്ങിൽ പങ്കെടുക്കുന്നു. അലക്സാണ്ടർ ജേക്കബ് ബെസ്റ്റ് അല്ലേ, നല്ല ടീം അല്ലേ, അത് ഉഗ്രൻ ടീം. അലക്സാണ്ടർ ജേക്കബ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരു വർമ്മ തൃപ്പൂണിത്തുറ കൊട്ടാരത്തിൽ പറഞ്ഞു, സാറിന് അലക്സാണ്ടർ ജേക്കബിനെ അറിയാമായിരിക്കുമല്ലോ, ഒന്ന് ഇതിലൊന്നും പോകും. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അത് നല്ലത്. അപ്പോൾ കേട്ട് തിരിച്ചു വെച്ചു അല്ലേ. അപ്പോൾ സൈന്ധവ പ്രതിഷ്ഠാനം എന്ന് പറഞ്ഞിട്ട് ഏതോ സംഘടന നടത്തുന്നതായിട്ടൊക്കെ ഉണ്ട്. അത് വായിക്കേണ്ടതാണത്. അതിൽ ഇനിയൊരു തട്ടിപ്പ്, അതിൽ യജമാനനാകാനായിട്ട് 1,01,000 രൂപ കൊടുത്താൽ സുനിലിനും പോയി യജമാനനാകാം. ആർക്ക് യജമാനനാകാം എന്നൊക്കെ പറഞ്ഞ് യാഗത്തിന്റെ സിസ്റ്റത്തിലുണ്ട്. അയോധ്യയിലും നമ്മൾ കണ്ടതല്ലേ, അത് ആർക്കാ ആകാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. സാധാരണ നമ്പൂതിരിമാരാണല്ലോ ഇതൊക്കെ. ഒരാളനാണ്, അത് നടത്തുന്ന ആളാണ് യജമാനൻ എന്ന് പറയുക. പക്ഷെ ഇയാൾ പറയുന്നത് 1,00,000 രൂപ. അതിൻ്റെ ബ്രോഷറുണ്ട്, 10-12 പേജുള്ള എൻ്റെ കയ്യിലുണ്ട്. 1,01,000 എല്ലാം ഒന്നെന്നാണ് കേട്ടോ അവസാനിക്കുന്നത്. 1,01,000 രൂപ കൊടുത്താൽ യജമാനനാകാം. സത്യത്തിൽ ഒരു യാഗത്തിന് ഒരു യജമാനനെ ഉണ്ടാവുള്ളൂ. 10-100 യജമാനന്മാർ കാണുമായിരിക്കും ചിലപ്പോൾ. അങ്ങനെ വരാമെന്നാണ് ഈ ബ്രോഷർ. യജമാന കച്ചവടമാണ് അല്ലേ? അതെ, യജമാന കച്ചവടം ഉണ്ട് അതിൻ്റെ അകത്ത്. സർപ്പബലി 11,001 രൂപ. പിന്നെ 1,001 രൂപ മുതൽ പല പൂജകളും ആ ബ്രോഷറിൽ. അപ്പം അങ്ങനെ അതിൽ നിന്ന് നല്ല ഇത് ഈ അന്ധവിശ്വാസത്തിൻ്റെ വിപണി ഭീകരമാണല്ലോ, ആഗോളമായിട്ട് തന്നെ. കേരളം പറയേണ്ട ഇതുമില്ല.
എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉടനെ വിശ്വസിച്ച് അതിന് വേണ്ടിയിട്ട് അക്ഷയ തൃതീയ പോലെയൊക്കെ ഇറങ്ങുന്നില്ലേ? അങ്ങനത്തെ ഒരു ലോകത്തേക്ക് പുള്ളി ഇത് മഹാസർപ്പയജ്ഞം ഇറക്കി വിട്ട് ഒരുപാട് യജമാനന്മാരെയൊക്കെ ഉണ്ടാക്കി. ഇതാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പരിപാടി. ഇതാണ് നമ്മുടെ അമ്പോറ്റി മനോജ്. അല്ല, ഇതിപ്പോൾ ഇത് വസ്തുതാപരമായും തെറ്റാണെങ്കിൽ, ഇതിങ്ങനെ ചെയ്യുന്നത് ഇയാൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ, ഈ നേരത്തെ പറഞ്ഞ രാജേഷോ അങ്ങനെ ഒരാളെ പറഞ്ഞില്ലേ, അവർക്ക് നിയമ നടപടി സ്വീകരിച്ചൂടെ? അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ പുല്ലാശ്ശേരി നീലകണ്ഠൻ എന്നുള്ളത് നമ്പൂതിരി എന്നുള്ള അച്ഛൻ്റെ പേര് അതെ ആയിരിക്കുമല്ലോ. അവർക്ക് ഈ പറഞ്ഞ പോലെ അവരിപ്പോൾ ചെറുതായിട്ടൊക്കെ എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർക്ക് പോലീസിനെ സമീപിക്കാം, സുനിൽ പറഞ്ഞ പോലെ. ഒന്നാണ് ചെയ്യേണ്ടത്. രണ്ട്, ഇപ്പം നമ്മൾ ഇത് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നു. ഇദ്ദേഹത്തിന് ഈ മാനവേന്ദ്ര വർമ്മയ്ക്ക് ചരിത്രപരമായി ഇതിൻ്റെ തെളിവുകൾ കൊണ്ടുവരേണ്ട ഒരു ബാധ്യതയില്ലേ? അല്ല, അയാൾ ചെയ്യില്ലല്ലോ. അപ്പോൾ അയാൾ ഫ്രോഡാണെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ഇപ്പുറത്ത് നിൽക്കുന്നവരാണ്. ആ തിരുവനന്തപുരത്തും ഇതുപോലൊരു വർമ്മ എന്നും പറഞ്ഞ ഒരാൾ നടന്നിട്ട് അയാളെ കൊന്ന ഒരു കേസുണ്ട്. മറ്റേ കിളിമാനൂർ കൊട്ടാരത്തിലെ രത്ന വ്യാപാരി. പക്ഷെ ആ രത്നങ്ങളൊക്കെ ഒറിജിനലായിരുന്നു കേട്ടോ. അതെവിടെ വന്നു? അത് രത്നങ്ങൾ കാണാനും ഇല്ല. പോലീസ് കേസെടുത്തു. ഞാൻ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചായിരുന്നു. നമ്മൾ 2 മാസം മുമ്പ് ഒരു സ്റ്റോറി ABC ചെയ്തായിരുന്നു. ആ രത്നങ്ങളൊക്കെ അന്ന് പിടിച്ചെടുത്ത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതൊക്കെ ഒറിജിനലായിരുന്നു. അതൊരു വർമ്മ എന്നുള്ള പേരിൽ പേരിലുണ്ടായിരുന്നു. അത് രാജാവർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ പറഞ്ഞ മാനവേന്ദ്ര വർമ്മ യോഗാതിരിപ്പാടിൻ്റെ അസ്തിത്വം സംശയമുള്ളവർ തെളിയിക്കട്ടെ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ രാമേന്ദ്രൻ സാർ പറഞ്ഞു. ബാക്കി അദ്ദേഹം നടത്തുന്ന പ്രോഗ്രാം അദ്ദേഹത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശമുള്ള പ്രോഗ്രാമായിരിക്കും. പരാതിയുള്ളവർ അതിനെതിരെ നീങ്ങട്ടെ.